ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സപ്ലൈകോയിലും മലിനീകരണ നിയന്ത്രണ ബോർഡിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ യോഗ്യത വരുന്നത് 5ാം ക്ലാസ്സാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സപ്ലൈകോയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. അപ്രന്റീസ് ട്രെയിനി ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കോൺട്രാക്ട് ബേസ്ഡ് ഉള്ള നിയമനമാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ITI ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ BTech ഇലക്ട്രിക്കലാണ്. ഏജ് ലിമിറ്റ് വരുന്നത് മാക്സിമം 30 വയസ്സ് വരെയാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 15,000 രൂപയാണ് ലഭിക്കുന്നത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം. ഇൻ്റർവ്യൂ നടക്കുന്നത് 17/7/2025 രാവിലെ 11 മണി മുതലാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ റെസ്യൂമെയും ഏജ്, ക്വാളിഫിക്കേഷൻ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും ഇൻ്റർവ്യൂ സമയത്ത് കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ ബർട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടായേക്കാവുന്ന മാനസിക പിരിമുറുക്കത്തിൽ നിന്നും മറ്റു ബുദ്ധിമുട്ടുകളിൽ നിന്നും ആശ്വാസം നേടുന്നതിനായി വിദ്യാർത്ഥികൾക്ക് കൗൺസിലിങ്ങും മറ്റു ഉചിതമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് ദിവസവേതന അടിസ്ഥാനത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം സ്റ്റുഡൻറ് കൗൺസിലറെ നിയമിക്കുന്നുണ്ട്. സൈക്കോളജിയിൽ MA അല്ലെങ്കിൽ MSc യോഗ്യതയുള്ളവർ നിങ്ങളുടെ പേര്, മേൽവിലാസം, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ പകർപ്പുകളുമായി 17/7/2025 രാവിലെ 9:30 കോളേജിൽ അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.gecbh.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയും ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. അടുത്തത് കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാപനമായ ആയൂർ തോട്ടത്തറ ഹാച്ചറി കോംപ്ലക്സിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഫീഡ് മിൽ ഓപ്പറേറ്ററെ ആവശ്യമുണ്ട്. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ ITI ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പ്രതിദിനം 710 രൂപ നിരക്കിൽ പരമാവധി പ്രതിമാസം 19,170 രൂപയാണ് വേതനം ലഭിക്കുന്നത്. ഫോൺ നമ്പർ സഹിതം അപേക്ഷകൾ ജൂലൈ 18 മുൻപായി അസിസ്റ്റന്റ് ഡയറക്ടർ ഹാച്ചറി കോംപ്ലക്സ് തോട്ടത്തറ ആയൂർ 691533 എന്ന വിലാസത്തിൽ അയക്കണം. അപേക്ഷയോടൊപ്പം യോഗ്യത തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങളുടെ പകർപ്പ് ഉൾപ്പെടുത്തിയിരിക്കണം. അടുത്തത് കൊല്ലം ജില്ലയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ഓഫീസിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസുമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ BTech ആണ്. മുൻപ് ബോർഡിൽ അപ്രന്റീസായി പരിശീലനം നേടിയവർ പങ്കെടുക്കേണ്ടതില്ല. പ്രായപരിധി 2025 ഓഗസ്റ്റ് 1 28 വയസ്സ് കവിയരുത്. കരാർ കാലാവധി 1 വർഷമാണ്. പ്രതിമാസം 10,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ചാമക്കടയിലുള്ള ജില്ലാ ഓഫീസിൽ ജൂലൈ 14 രാവിലെ 11 മണിക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ കൊട്ടിയം അസീസി വുമൺ ആൻഡ് എൻട്രി ഹോമിൽ വിവിധ തസ്തികകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് MA അല്ലെങ്കിൽ MSc സൈക്കോളജി ആണ്. അഡ്വക്കേറ്റ് LLB ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കെയർടേക്കർ +2 ആണ് ക്വാളിഫിക്കേഷൻ. മൾട്ടി ടാസ്ക് 5ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സെക്യൂരിറ്റി തസ്തികയിലേക്ക് 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. പ്രായപരിധി 30 വയസ്സിന് മുകളിലാണ്. അപേക്ഷകൾ സുപ്പീരിയർ ജനറൽ NGO FIH ജനറലൈറ്റ് പാലത്തറ തട്ടാമല PO കൊല്ലം 691020 എന്ന വിലാസത്തിൽ ജൂലൈ 18 സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ മാങ്ങാട്ടുപറമ്പ് KPA 4ാം ബറ്റാലിയനിൽ കുക്ക്, ധോബി, സ്വീപ്പർ, ബാർബർ, വാട്ടർ കാരിയർ തസ്തികകളിലെ 65 ഒഴിവുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ക്യാമ്പ് ഫോളോവർമാരെ നിയമിക്കുന്നുണ്ട്. മുൻപരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ ആധാർ കാർഡിൻ്റെ പകർപ്പും 4 A4 പേപ്പറുകളുമായി ജൂലൈ 14 രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പ് KPA 4ാം ബറ്റാലിയൻ ആസ്ഥാനത്ത് അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ ജില്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ HDS കാസ്പിൻ്റെ കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട്.
ECG ടെക്നീഷ്യൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ, കാത്ത് ലാബ് ടെക്നീഷ്യൻ, സ്റ്റാഫ് നഴ്സ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, CSR ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നീഷ്യൻ, CT ടെക്നീഷ്യൻ തസ്തികകളിലേക്കാണ് നിയമനം. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യോഗ്യതയുള്ള 21-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ECG ടെക്നീഷ്യൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികകളിലേക്കുള്ള അഭിമുഖം ജൂലൈ 15-ന് രാവിലെ 9-നും, എക്സ്റേ ടെക്നീഷ്യൻ, CT ടെക്നീഷ്യൻ, CSR ടെക്നീഷ്യൻ, കാത്ത് ലാബ് ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് അന്നേ ദിവസം ഉച്ചയ്ക്ക് 12-നും അഭിമുഖം നടക്കും. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്കുള്ളത് ജൂലൈ 16-ന് ഉച്ചയ്ക്ക് 12-ന് നടത്തും. ഉദ്യോഗാർത്ഥികൾ സ്വയം തയ്യാറാക്കിയ അപേക്ഷ, യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം, ആധാർ കാർഡ് എന്നിവയുടെ അസലും പകർപ്പും സഹിതം ആശുപത്രിയിലെ പുതിയ സ്കിൽ ലാബിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.